സിഗ്നേച്ചർ കുക്കിംഗ് ഒരു ഓണസദ്യ തയ്യാറാക്കിയാൽ അതിനു മുമ്പേ എല്ലാവർക്കും ഹാപ്പി ഓണം. അപ്പോൾ സമയം കളയണ്ട, വേഗം തുടങ്ങാം. കാരണം കണ്ടമാനം പണിയുള്ളതല്ലേ. നമ്മുടെ കുഞ്ഞു കുക്കറിലാണെന്ന് സാമ്പാർ ശരിയാക്കുന്നത്. ഉപ്പുപൊടി, മഞ്ഞപ്പൊടി, കായപ്പൊടി മാത്രം ഇട്ട് സാമ്പാർ വേവിക്കാൻ വെച്ചു. സത്യത്തിൽ കായപ്പൊടി ഇടാൻ ഞാൻ മറന്നു. പിന്നെ വെണ്ടയ്ക്കയും തക്കാളിയും ബാക്കി കഷ്ണങ്ങളുടെ കൂടെ ഇടുന്നതിനോട് വലിയ യോജിപ്പില്ലാത്തതുകൊണ്ട് ഞാൻ വേറെ പാത്രത്തിലെ ഇത് രണ്ടും കൂടി ആവശ്യത്തിന് സാമ്പാർ പൊടിയും കൂടി ഇട്ട് വഴറ്റിയെടുക്കാറുള്ളൂ. ഇനി ഇത് കഷ്ണങ്ങൾ വേവിച്ച് വെച്ച കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കും. പിന്നെ കുക്കറിൽ എത്ര വിസിൽ കേൾക്കണമെന്നുള്ള കണക്ക് അത് ഓരോ കുക്കറിന്റെ മൂടനുസരിച്ചിരിക്കും. എന്റെ ഈ കുക്കറിന് തീരെ മൂടില്ലാത്തതുകൊണ്ട് അത് വിസിലടിക്കാറില്ല. സാധാരണയായി രണ്ടാണ്. പിന്നെ എല്ലാം കൂടി ചേർത്തതിന് ശേഷം പുളിവെള്ളം കൂടി ഒഴിച്ച് കുക്കർ തുറന്ന് തന്നെ തിളപ്പിക്കാൻ വെക്കാം. ഇനി താളിച്ചൊഴിക്കുന്ന സമയത്ത് കൂടെ വറ്റൽമുളക് കൂടി ഉണ്ടെങ്കിൽ അടിപൊളി. ഇനി അവിയൽ, അത് മൊത്തത്തിൽ ഒരു അവിയൽ പരിവായതുകൊണ്ട് പ്രത്യേകിച്ച് ഓർഡർ ഒന്നും നോക്കാറില്ല. ഒന്നില്ലേ ഉപ്പ്, മഞ്ഞപ്പൊടിയും വെളിച്ചെണ്ണ, കൈവെള്ളം മാത്രം ഒഴിച്ച് കഷ്ണങ്ങൾ വേവിച്ചതിന് ശേഷം തൈര് ചേർക്കും. അല്ല തേങ്ങ അരപ്പുണ്ടല്ലോ, അതിന്റെ കൂടെ തന്നെ തൈര് ചേർത്ത് വേവിച്ചു. ഇത്രയും തീയിട്ട് കത്തിക്കേണ്ട ഒരു കാര്യമില്ല. പിന്നെ കത്തുന്നത് നിങ്ങളൊന്ന് കണ്ടോട്ടെ എന്ന് വെച്ചിട്ട് ബീട്രൂട്ട് പച്ചടിയും കൂടി, ബാക്കിയുള്ളതൊന്നും ഞാൻ ഇവിടെ ചെയ്തതല്ല. അത് പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യമില്ലല്ലോ. അതൊക്കെ ഇത് പിന്നെ ഓണസദ്യയും ക്രിസ്മസ് കേക്കും ഒക്കെ ഏതാണ്ട് ഒരേപോലെ തന്നെയാണ്. സംഭവം തീരുന്നവരെ വീട്ടിൽ ഇത് തന്നെയായിരിക്കും. സാമ്പാർ എന്തായാലും സൂപ്പർ ആയിട്ടുണ്ട്. ഒരു പച്ചക്കറി തോട്ടത്തിലോട്ട് നോക്കുന്ന പോലെയൊക്കെ തന്നെയുണ്ട്.